ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില ടേംസുകളാണ്. ആദ്യമായിട്ട് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്താ നോക്കാം. ഇപ്പോൾ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബ്രേക്കിംഗ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ദാറ്റ് എ ബ്രേക്കർ ക്യാൻ ഇൻട്രപ്റ്റ് വിത്തൗട്ട് ഡാമേജ് ടു ഇറ്റ്. അതായത് ഒരു സർക്യൂട്ട് ബ്രേക്കർ ഡാമേജ് ആകാതെ അതിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ പറയുന്ന പേരാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ ആ ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള ഒരു കറണ്ട് ആ ഒരു സർക്യൂട്ട് ബ്രേക്കറിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഡാമേജ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് നോക്കാം, മേക്കിംഗ് കപ്പാസിറ്റി നോക്കാം. മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് സൈക്കിൾ ഓഫ് കറണ്ട് വേവ് ആഫ്റ്റർ ദ ക്ലോസർ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഈസ് നോൺ ആസ് മേക്കിംഗ് കപ്പാസിറ്റി. അതായത് നമ്മളെ സർക്യൂട്ട് ബ്രേക്കർ ക്ലോസർ ആയതിനു ശേഷമുള്ള കറണ്ട് വേവിൻ്റെ ഫസ്റ്റ് സൈക്കിളിൽ ഉണ്ടാകുന്ന മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ടിനെ പറയുന്ന പേരാണ് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ, മൂന്നാമതായിട്ട് നോക്കുക, ഷോർട്ട് ടൈം റേറ്റിംഗ് നോക്കുക. ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ പീരിയഡ് ഫോർ വിച്ച് ദ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ഏബിൾ ടു ക്യാരി ഫോൾട്ട് കറണ്ട് വൈൽ റിമൈനിങ് ക്ലോസ്ഡ്. അതായത് ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പീരിയഡാണ് അല്ലേ. ആ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ബ്രേക്കറിനെ അത് സർക്യൂട്ട് ബ്രേക്ക് ക്ലോസ് ആയി നിന്നുകൊണ്ട് അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫോൾട്ട് കറണ്ടിൻ്റെ അല്ലെങ്കിൽ ആ ഫോൾട്ട് കറണ്ടിൻ്റെ പീരിയഡിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറയും. ചില സർക്യൂട്ട് ബ്രേക്കർ 5 സെക്കൻഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഒരു 5 സെക്കൻഡോ 2 സെക്കൻഡൊക്കെ അതിന് ഫോൾട്ട് കറണ്ടിനെ അത് ക്ലോസ് ആയി നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഫോൾട്ട് കറണ്ടിനെ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പീരിയഡിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലോസ് ആയി നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, ഫോൾട്ട് കറണ്ടിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈമിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ പീരിയഡിന് പറയുന്ന പേരാണ് ഷോർട്ട് ടൈം റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്ത പോയിൻ്റാണ് കറണ്ട് ചോപ്പിംഗ്. കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് കറണ്ട് ഇറപ്ഷൻ ബിഫോർ ദ നാച്ചുറൽ കറണ്ട് ഇസ് സീറോ. അപ്പോൾ ആർക്കിനൊക്കെ ബന്ധപ്പെട്ട് ആർക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നാച്ചുറൽ ആർക്ക് ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് സീറോ ആകുന്ന സമയത്ത് നമ്മൾ ആർക്ക് എക്സ്റ്റൻഷൻ നാച്ചുറലി നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ കറണ്ട് ഇപ്പോൾ എ സി ഒക്കെ ആകുന്ന സമയത്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ 3 ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് സീറോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നാച്ചുറലി കറണ്ട് സീറോ ആകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കറണ്ട് ഇൻട്രപ്ഷൻ ചെയ്യുന്ന ഫിനോമിനനെ പറയുന്ന പേരാണ് കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഇതാണ് അടുത്തൊരു ടൈമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നോക്കാം, അടുത്തായിട്ട് പറയാനുള്ള ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും തമ്മിലുള്ള ഡിഫറൻസുകളാണ് അല്ലെങ്കിൽ കമ്പാരിസൺസാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത് ഫ്യൂസിൻ്റെ ഇറ്റ് ഡിറ്റക്ട്സ് ആൻഡ് ഇൻട്രപ്റ്റ് ദ ഫോൾട്ട് കറണ്ട്. അപ്പോൾ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഫോൾട്ട് കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും, അതേപോലെ ഇൻട്രപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ആകുന്ന സമയത്ത് ഇറ്റ് ഓൺലി ഇൻട്രപ്റ്റ് ദ ഫോൾട്ട് കറണ്ട് ദ ഡിറ്റക്ഷൻ ഈസ് ഡൺ ബൈ റിലേ സിസ്റ്റം. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ഫോൾട്ട് കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സപ്ലൈനെ എന്ത് ചെയ്യും, അത് ഇൻട്രപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കളയും. പക്ഷേ ഈ ഫോൾട്ട് കറണ്ടിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരിക്കലും എന്തല്ല, സർക്യൂട്ട് ബ്രേക്കർ അല്ല, വേറെ സെപ്പറേറ്റ് റിലേ സിസ്റ്റം വേണം. ആ റിലേ സിസ്റ്റമാണ് സർക്യൂട്ട് ബ്രേക്കർ അവിടെ നമ്മൾ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഫോൾട്ട് കറണ്ടിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ഇൻട്രപ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ഫ്യൂസിലാകുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നതും ഫ്യൂസ് തന്നെയാണ്, ഇൻട്രപ്റ്റ് ചെയ്യുന്നതും ഫ്യൂസ് തന്നെയാണ്. പക്ഷേ സർക്യൂട്ട് ബ്രേക്കർ ആകുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന റിലേ സിസ്റ്റമാണ്, ഇൻട്രപ്റ്റ് ചെയ്യുന്നത് മാത്രമേ ആരുള്ളൂ, സർക്യൂട്ട് ബ്രേക്കർ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തേത് ദ ഓപ്പറേഷൻ ഇസ് ഇൻഹെൻ്റലി ഓട്ടോമാറ്റിക്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്, ഇൻഹെറൻ്റലി ഓട്ടോമാറ്റിക്കാണ്. കാരണം ഡിക്റ്റേറ്റ് ചെയ്യണതും ഫ്യൂസ് തന്നെയാണ്, അത് ഇൻട്രപ്റ്റ് ചെയ്യണതും ഫ്യൂസ് തന്നെയാണ്. എന്നാൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഓട്ടോമാറ്റിക്, ദ റിലേ സിസ്റ്റം ഈസ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ഇറ്റ്. ആ സർക്യൂട്ട് ബ്രേക്കർ മാത്രമായി കഴിഞ്ഞാൽ ഒരിക്കലും അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യില്ല, വർക്കാവില്ല. അതിന് കൂടെ റിലേ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് വർക്കാവുള്ളൂ. മൂന്നാമത് ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഈസ് ലെസ് ആണ്. ഫ്യൂസിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്താണ്, കുറവാണ്. സർക്യൂട്ട് ബ്രേക്കർ ആകുന്ന സമയത്ത് ഹാവിങ് ലാർജ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്നുണ്ട്, ലാർജ് ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഫ്യൂസ് ആർക്ക് ഇൻട്രപ്ഷൻ ഈസ് സിമ്പിൾ. പിന്നെ സർക്യൂട്ട് ബ്രേക്കർ ആകുമ്പോൾ ആർക്ക് ഇൻട്രപ്ഷൻ എന്താണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഫ്യൂസിൻ്റെ ആർക്ക് ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിരിക്കും, വേറെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആർക്ക് ഇൻട്രപ്ഷൻ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അഞ്ചാമത് ഓപ്പറേറ്റിംഗ് ടൈം ഈസ് സ്മാൾ, ഓപ്പറേറ്റിംഗ് സ്പീഡ് ഈസ് ഹൈ. ഫ്യൂസിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്താണ്, വളരെ കുറവാണ്, എന്നാലും ഓപ്പറേറ്റിംഗ് സ്പീഡ് വളരെ കൂടുതലാണ്. എന്നാൽ സർക്യൂട്ട് ബ്രേക്ക് ദ ഓപ്പറേറ്റിംഗ് ടൈം ഈസ് ലാർജ്, ദ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്. നമുക്കറിയാം ഈ ആർക്ക് കൊഞ്ചിങ് അല്ലെങ്കിൽ ആർക്കിന് ഇൻട്രപ്ഷൻ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവിടെ ഓപ്പറേറ്റിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും, അതേപോലെ ഓപ്പറേറ്റിംഗ് സ്പീഡും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും.
ഫ്യൂസ് ആഫ്റ്റർ എവറി ഓപ്പറേഷൻ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഈസ് നെസസറി. നമ്മൾ ഓരോ പ്രാവശ്യം ആ ഫ്യൂസ് മെൽറ്റ് ചെയ്ത് പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, അത് റീപ്ലേസ് ചെയ്ത് മാറ്റണം. അപ്പോൾ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിന് റീപ്ലേസ്മെൻറ്റ് അത്യാവശ്യമാണ്. എന്നാൽ നോ നീഡ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ആഫ്റ്റർ ഓപ്പറേഷന്. സർക്യൂട്ട് ബ്രേക്കറാണ് സമയത്ത് എന്ത് വേണ്ട, അതിന് നമുക്ക് എന്ത് വേണ്ട, റീപ്ലേസ്മെൻറ്റ് ആവശ്യമില്ല. സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് ബ്രേക്കിംഗ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൾട്ട് ക്ലിയർ ചെയ്ത് വീണ്ടും നമുക്ക് തന്നെ മാനുവലായിട്ട് എന്ത് ചെയ്യാം, അത് ഓണാക്കാൻ പറ്റും. പിന്നെ 7th പോയിൻ്റാണ് സിമ്പിൾ ടു ഡിസൈൻ ആൻഡ് ചീപ്പ്. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈനിങ് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് ചീപ്പസ്റ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ചീപ്പാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഡിസൈൻ ചെയ്യാൻ, അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ എക്സ്പെൻസീവാണ്. ഇതാണ് ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ.